ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു രാജാതിരാജാവും കർത്താതി കർത്താവും ആകുന്നു. വിദ്വാൻമാർ യേശുവിനെ നമസ്കരിക്കുവാൻ വന്ന സമയത്ത് യഹൂദന്മാരായ ആളുകളോടും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന്. അത് യേശുക്രിസ്തു രാജാതിരാജാവും കർത്താതി കർത്താവും തന്നെയാണ്. എന്നാൽ യേശുവിന് ഇവിടെ ആക്ഷരികമായ ഒരു രാജ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാജകൊട്ടാരമോ സൈന്യബലമോ സേവകരോ ഒന്നും ഇല്ലായിരുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന സമയത്ത് യേശു പറഞ്ഞ ഒരു പ്രസ്താവന യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 36-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികം ആയിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികം അല്ല. യേശുക്രിസ്തു പറയുന്നു തൻ്റെ രാജ്യം സ്വർഗീയമാണ്, ആത്മീയമാണ്. അത് ഈ ലോകത്തിൻ്റെ സൈന്യബലത്തിൽ അധിഷ്ഠിതമായ ഒന്നല്ല. ഇതിൻ്റെ ശരിയായ അർത്ഥവും ആശയവും മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് യേശുവിനെ പിൻപറ്റുന്ന ക്രിസ്ത്യാനികൾ എന്ന് മറ്റുള്ളവർ നാം തന്നെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ രീതികൾ എത്രമാത്രം വ്യത്യാസപ്പെടുത്തണം എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത്. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച്, രീതികൾ അനുസരിച്ച് ഈ ലോകരാജ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കെല്ലാം ആവശ്യമായിരിക്കുന്നതും അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവകാശങ്ങൾ പിടിച്ചുപറ്റുവാൻ വേണ്ടി സമരം ചെയ്യുന്നു, പോരാടുന്നു, വ്യവഹാരത്തിന് പോകുന്നു, കേസ് കൊടുക്കുന്നു, എതിരാളിയെ നിഷ്പ്രഭമാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും വേണ്ടി പരക്കം പായുന്നു. ഇതൊക്കെ ഈ ലോകരാജ്യത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ യേശു രാജാവും കർത്താവുമായിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുവാൻ തുടങ്ങുമ്പോൾ ആത്മീയമായൊരു രാജ്യം ആണ് അവൻ്റെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ യേശു വസിക്കുമ്പോൾ ദൈവരാജ്യം അവൻ്റെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടുകയാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രമാണമാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത്. യേശു പറഞ്ഞല്ലോ, എൻ്റെ രാജ്യം ഐഹികമല്ല, അതുകൊണ്ട് എൻ്റെ നിയമങ്ങളും ലോകപ്രകാരമുള്ള നിയമങ്ങളല്ല. ഐഹികമായ ഈ രാജ്യത്ത് ജീവിക്കുന്നവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേരെ ഘടകവിരുദ്ധമാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതും തൻ്റെ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചതും എല്ലാം. അതായത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ശാഠ്യത്തിന് പകരം സൗമ്യത എന്നുള്ളതാണ്. ഭരിക്കുന്നതിന് പകരം സേവിക്കുക എന്നുള്ളതാണ്. ആനന്ദം അനുഭവിച്ച് സന്തോഷിക്കുന്നതിന് പകരം കഷ്ടതകൾ സന്തോഷത്തോടെ സഹിക്കുക എന്നുള്ളതാണ്. സ്നേഹിതന് വേണ്ടി എന്നതുപോലെ തന്നെ ശത്രുവിന് വേണ്ടി പോലും സ്വന്തം ജീവനെ അർപ്പിക്കുവാൻ തയ്യാറാവുക. ഇതെല്ലാമായിരുന്നു യേശുവിൻ്റെ ആത്മീയ രാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാരായ നിങ്ങളോട് ഒരാൾ ഉടുപ്പ് ആവശ്യപ്പെട്ടാൽ പുതുപ്പും കൂടെ നിങ്ങൾ വിട്ടുകൊടുക്കണം. വലത്തെ ചെകിട്ടത്ത് ഒരാൾ അടിച്ചാൽ ഇടത്തേതും കൂടെ കാണിച്ചു കൊടുക്കണം. 1 മൈൽ ദൂരം കൂടെ പോരണം എന്ന ഒരാൾ ആവശ്യപ്പെട്ടാൽ 2 മൈൽ അയാളോടൊപ്പം പോകണം. ഇതൊക്കെ തികച്ചും പുതിയ ആശയങ്ങളും പഠിപ്പിക്കലുമായിരുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഈ പ്രമാണമാണ് കർത്താവ് നൽകുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ പോലും യേശു പഠിപ്പിച്ച ഈ സ്വർഗീയ ഉപദേശങ്ങളുടെ മുമ്പിൽ പലപ്പോഴും പകച്ചു നിന്ന് പോയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പുൽക്കൂട് മുതൽ കാൽവരി ക്രൂശ് വരെയുള്ള യേശുവിൻ്റെ ജീവിതം ഈ ഭൂമിയിൽ നിലനിൽപ്പാൻ
വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നില്ല. മറിച്ച് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന ആ ആപ്തവാക്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യേശുവിനെയാണ് നമുക്കെല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിൻ്റെ മക്കൾ എന്ന നിലയിൽ നാമും ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിപ്പാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ, അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ ലോകക്കാരല്ല. അതുകൊണ്ട് യേശു പറഞ്ഞത്, ലോകത്തോട് അനുരൂപപ്പെടരുത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ വസിക്കും? ലോകത്തിൻ്റെ സ്നേഹിതൻ ആകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ ശത്രുവാകും. നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ വഴി വേറിട്ട വഴിയാണ്. ക്രിസ്തുവിൻ്റെ പാത ക്രൂശിൻ്റെ പാതയാണ്. ഈ ലോകത്തിലെ സകല ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും നേരെ ഘടകവിരുദ്ധമാണ് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലും ഉപദേശിക്കലും എല്ലാം. ഉയരുക, കീഴ്പ്പെടുത്തുക, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക, എല്ലാവർക്കും മീതെ വളർന്നു വലുതാവുക എന്നതൊക്കെയാണ് ഈ ലോകം പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ ലോകരാജ്യത്തിൻ്റെ രീതികൾ. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പറയുമ്പോൾ ഈ ലോകരാജ്യത്തിൻ്റെ വ്യവസ്ഥകൾ അല്ല എൻ്റെ ശിഷ്യന്മാർ, ക്രിസ്ത്യാനികൾ പിൻപറ്റേണ്ടത് എന്നുള്ള സന്ദേശമാണ് യേശു നൽകിയത്. യേശു അങ്ങനെ തന്നെ ജീവിച്ചു. യേശുവിൻ്റെ അപ്പോസ്തലന്മാരെ യേശു അത് പഠിപ്പിച്ചു. അവർ സഭയെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് പകൽ നാം യഥാർത്ഥ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ നമ്മൾക്ക് ആനന്ദമാകണം, വഴികാട്ടിയാകണം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകരാജ്യത്തിലുള്ളവർ ലോകരാജ്യത്തിൻ്റെ രീതികൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിലുള്ളവർ ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് കൃപ കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.